വർക്കല ചെമ്മരുതി പഞ്ചായത്ത് ഓഫീസിന് സമീപവും കുറിച്യംകുന്ന് ക്ഷേത്രത്തിനും കല്ലണ പാലത്തിന് സമീപവും ഇരുവശങ്ങളിലായി മനുഷ്യവിസർജനം ഉൾപ്പെടെയുള്ള മാലിന്യം രാത്രിയുടെ മറവിൽ ആരൊക്കെയോ നിക്ഷേപിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്ക ബെർലിന്റെയും 9-ാം വാർഡ് മെമ്പർ സുനിലിന്റെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിൽ മാലിന്യം നീക്കി കുഴിച്ചുമൂടി. മാലിന്യം നിക്ഷേപിക്കരുത് എന്ന ബോർഡും സ്ഥാപിച്ചു. കല്ലണ പാലത്തിന് സമീപം, അതായത് പഞ്ചായത്ത് ഓഫീസിന് സമീപവും നേരത്തെ ബഹുമാനപ്പെട്ട ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്ക ബെറിൻ നേതൃത്വത്തിൽ കാട് വെട്ടി വൃത്തിയാക്കി വേസ്റ്റുകൾ കുഴിയെടുത്ത് കുഴിച്ചു മൂടുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ പൂർവ്വ സാധ്യതയിലേക്ക് വീണ്ടും വേസ്റ്റുകൾ നിക്ഷേപിക്കുന്ന അവസ്ഥയിലേക്കാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ചെമ്മരുതി പഞ്ചായത്തിന് സമീപം കല്ലട പാലത്തിനടുത്ത് വർഷങ്ങളായിട്ട് ഇതുപോലെ മാലിന്യം കൊണ്ടുവന്നിടുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ പഞ്ചായത്തും അവിടുത്തെയുള്ള പ്രദേശവാസികളും എല്ലാവരുടെയും നേതൃത്വത്തിൽ ഒരു ദിവസം അവിടെ എല്ലാം നമ്മൾ അവിടെ പൂച്ചെടികൾ വെച്ച് പിടിപ്പിച്ച് വളരെ മനോഹരമാക്കി. ഇനി ഇവിടെ വേസ്റ്റ് നിക്ഷേപിക്കാൻ നമ്മൾ കൊണ്ടുവന്നിട്ട് പോയത്. പക്ഷേ ഇന്ന് 5-6 മാസങ്ങൾക്ക് ഇപ്പുറം അതേ രീതിയിൽ മാലിന്യം അവിടെ തള്ളുന്ന ഒരു പ്രവണതയാണ്. പഞ്ചായത്തിൽ തന്നെ അവിടെ ക്യാമറ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ക്യാമറ വളരെ പോകുന്ന രീതിയിലാണ് ഇവിടെ ജനങ്ങളുള്ള അപ്പോൾ അത് ഇവിടുത്തെ പ്രദേശങ്ങളിൽ എല്ലാവരെയും കൂടെ നടത്തും. രാത്രികാല നിരീക്ഷണം ഇവിടെ ഉറപ്പാക്കുന്നുള്ള ഒരു നിർദ്ദേശമുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ മാറ്റി തള്ളുന്നവരെ നമുക്ക് അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ ഭീമമായ തുക തന്നെ പഞ്ചായത്തിന് പിഴയായിട്ട് നൽകാൻ സാധിക്കും. അത്തരത്തിൽ പിഴ പഞ്ചായത്ത് നൽകിയിട്ടുണ്ട്. ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ 70,000 രൂപയോളം പഞ്ചായത്തിലേക്ക് ഈ മാലിന്യം തള്ളിയതുമായി ബന്ധപ്പെട്ട് പിഴ ഈടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മനോഹരമായ വയലും അതുപോലെ മനോഹരമായ പഞ്ചായത്തിലേക്ക് ഒഴുകുന്ന ഒരേ ഒരു വെള്ളത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് നമ്മുടെ കല്ലണയാറാണ്. അപ്പോൾ ഈ കല്ലണയാറിന് ചുറ്റും മനഃപൂർവ്വം കൊണ്ടുവന്ന് ചെയ്യുന്ന ഈ കുറ്റത്തിനെതിരെ കർശനമായ നടപടി സ്വീകരിച്ചേ പറ്റും. അയ്യൂർ പോലീസിൻ്റെ പരിധിയിലാണ് ഈ പ്രദേശം വരുന്നത്. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശം ഇതിനു മുമ്പ് പഞ്ചായത്ത് അറിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും കുറച്ചും കൂടി ഊർജ്ജസ്വലമായിട്ടുള്ള പെട്രോളിംഗ് നടത്താൻ നമ്മൾ പോലീസിനെ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളുടെയും പഞ്ചായത്തിൻ്റെയൊക്കെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ആരാണ് മാലിന്യം നിക്ഷേപിക്കുന്നത് കണ്ടെത്തിയാലും കൃത്യമായിട്ടും ഭീമമായ തുക കൊടുക്കുന്നതോടൊപ്പം പബ്ലിക്കിൻ്റെ മുമ്പിലും അവരെ ഐഡൻറ്റിറ്റി വെളിവാക്കാനുള്ള തീരുമാനത്തിലാണ് പഞ്ചായത്ത് മുമ്പോട്ട് പോകുന്നത്. ഈ മാലിന്യ നിക്ഷേപനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും നമുക്കൊരു ക്യാമറ വയ്ക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ അത് ക്യാമറ വയ്ക്കുന്നതുമായിട്ടുള്ള തീരുമാനം കഴിഞ്ഞ കമ്മിറ്റിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞു. ക്യാമറ വെച്ചതുകൊണ്ട് മാത്രം ഈ വേസ്റ്റ് നിക്ഷേപം യാഥാർത്ഥ്യമാക്കാൻ പറ്റത്തില്ല. കാരണം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു സപ്പോർട്ടും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ലൊരു സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ കൂടുതൽ ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ കഴിയത്തുള്ളൂ. തീർച്ചയായിട്ടും നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നും ഈ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ വളരെ ശക്തമായ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകണം എന്നാണ്. കല്ലണയാറ്റിൻ്റെ കല്ലണ പാലത്തിൻ്റെ മുകളിൽ ഇരുവശങ്ങളിലും കാട് പിടിച്ച് വൃത്തിഹീനമായി വളരെ കാട് പിടിച്ച് വൃത്തിഹീനമായി കിടക്കുകയും അതിൽ വേസ്റ്റ് കൊണ്ട് തള്ളി മഴ പെയ്യുമ്പോൾ ഈ വേസ്റ്റുകൾ അയലൂർ പുഴയിലേക്ക് പതിക്കുകയും ചെയ്യുന്നതാണ് പതിവ്. കഴിഞ്ഞ ടേമിലും ഇതുപോലെ സംഭവിച്ചു. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ കാട് വെട്ടി വൃത്തിയാക്കി നാട്ടുകാരുടെ സഹായത്തോടു കൂടി കാട് വെട്ടി വൃത്തിയാക്കി വേസ്റ്റ് ഇടരുതെന്ന് ബോർഡും സ്ഥാപിച്ചു. ചെടികൾ വച്ച് പിടിപ്പിച്ചതാണ്. എന്നാൽ വീണ്ടും കാട് വളർന്നത് കാരണമാവാം രാത്രി കാലങ്ങളിൽ ആരോ വേസ്റ്റുകൾ കൊണ്ട് സ്ഥിരമായി മനുഷ്യ വിസർജനം ഉൾപ്പെടെ കൊണ്ടുവന്ന് തള്ളുന്ന അവസ്ഥയിലേക്ക് ഈ പ്രദേശം എത്തിച്ചേർന്നിരിക്കുകയാണ്. അടിയന്തരമായും പഞ്ചായത്ത് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഈ കാട് വൃത്തിയാക്കി ഇവിടെ വേസ്റ്റ് സ്ഥാപിക്കരുതെന്നുള്ള ബോർഡ് സ്ഥാപിക്കണമെന്ന് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതിയോട് അഭ്യർത്ഥിക്കുന്നു.
കല്ലണയിലെ മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നാകെ പഞ്ചായത്ത് ഭരണസമിതിയുമായി ചേർന്ന് കല്ലണയിലൊരു ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ആ കൂട്ടായ്മയുടെ ഭാഗമായി പഞ്ചായത്ത് ഭരണസമിതിയിൽ സാധാരണ പൊതുജനങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് ഈ ആറ്റിൻ്റെ ഇരുവശങ്ങളും വൃത്തിയാക്കുകയും അവിടെ കിടന്ന മാലിന്യങ്ങളെല്ലാം തന്നെ കുഴിച്ചു മൂടി വീണ്ടും നല്ല വൃത്തിയായ ഒരു പരിസരമാക്കി മാറ്റുകയും ചെയ്തു. എന്നാൽ ഇതിന് ശേഷം നമ്മൾ സ്ഥാപിച്ചിരുന്ന ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുത് എന്ന് ബോർഡ് സ്ഥാപിച്ചിരുന്നു. ആ സ്ഥാപിച്ചിരുന്ന ബോർഡടക്കം എടുത്തു മാറ്റിക്കൊണ്ട് വീണ്ടും ഇവിടെ മുതിർന്നവരുടെയും കുട്ടികളുടെയും ഡയപ്പറുകൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് തള്ളുന്നത് പതിവായി. ഈ വീടിനൊക്കെ മുമ്പിൽ സ്ഥിരമായി ഇങ്ങനെ കൊണ്ടുവന്ന് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെയുള്ള മാലിന്യങ്ങൾ തള്ളിയിരിക്കുകയാണ്. ഇതിനൊരു കൃത്യമായ പരിഹാരം കാണണമെന്ന് നാട്ടുകാർ നിരന്തരമായി ആവശ്യപ്പെടുകയാണ്. ഇത് പൊതുവിലെ ജനങ്ങളുടെ ഇടയിലൊരു സാമൂഹിക ബോധം വളർന്നു വന്നാൽ മാത്രമേ ഇത്തരമുള്ള മാലിന്യ പ്രശ്നത്തിന് കൃത്യമായൊരു പരിഹാരം കാണാൻ കഴിയുള്ളൂ. സ്ട്രേറ്റ് ഫോർവേഡ്, പനറയിൽ നിന്നും.